നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ, തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. ഹാർട്ട് ബ്ലോക്ക് എന്ന കണ്ടീഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ടേമാണ് ഹാർട്ട് ബ്ലോക്ക് എന്നത്. ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഹാർട്ട് അറ്റാക്കും ഹാർട്ട് ബ്ലോക്കും രണ്ട് കണ്ടീഷൻസാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് ഗണ്യമായി കുറയുന്ന അവസ്ഥയാണ് ഹാർട്ട് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഹാർട്ട് മിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഹാർട്ടിൻ്റെ വലതുവശത്തെ മുകളിലെ അറയായ റൈറ്റ് ഏട്രിയത്തിൽ സ്ഥിതി ചെയ്യുന്ന SA നോഡ് എന്ന ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. അവിടെ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇലക്ട്രിക്കൽ ഫൈബേഴ്സ് വഴി താഴേക്ക് വരികയും AV നോഡ് എന്ന ഒരു ജംഗ്ഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ നിന്നും ഹിസ് ബണ്ടിൽ, പർക്കിൻജെ ഫൈബേഴ്സ് തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻസ് വഴി ഹാർട്ടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ഹാർട്ടിനെ മിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കണ്ടക്ഷൻ പാത്വേയിൽ ഉണ്ടാകുന്ന ബ്ലോക്കിനെയാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. ക്ഷീണം, തലകറക്കം, ബോധക്ഷയം അല്ലെങ്കിൽ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണുള്ള മരണം തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു കണ്ടീഷൻ്റെ ലക്ഷണങ്ങൾ. ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഹൃദയമിടിപ്പ് ഗണ്യമായി കുറയുകയും മിനിറ്റിൽ 60 മുതൽ 100 വരെ മിടിക്കേണ്ട സ്ഥാനത്ത് 20, 30 അതിൽ കുറവോ ഹൃദയമിടിപ്പായിട്ടാണ് രോഗികൾ വരുന്നത്. ഇത്തരത്തിലുള്ള രോഗികൾക്കാണ് പേസ് മേക്കർ ചികിത്സാ രീതി ആവശ്യമായി വരുന്നത്. ഹാർട്ടിനെ വെളിയിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഒരു ബാറ്ററി ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുകയും അത് കേബിളുകൾ വഴി ഹാർട്ടിലേക്ക് എത്തുകയും ഹാർട്ടിനെ മിടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് പേസ് മേക്കർ എന്നത്. ഇത്തരത്തിൽ പേസ് മേക്കർ ഘടിപ്പിക്കുന്ന രോഗികൾക്ക് പൂർണ്ണമായ രോഗമുക്തി ലഭിക്കുകയും സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു.